എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് എടുത്തു നോക്കി. ഇത് 20 ദിവസം കൊണ്ട് പോലും തീർക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് തന്നിരിക്കുന്നത്. സബ്ജക്റ്റ് മുഴുവൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മിനിമം 20 ദിവസം ഫുൾ ഡേ 10 മുതൽ 4 വരെ എടുത്താൽ മാത്രം തീരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തൊട്ട് ഞാൻ നോക്കാം, ഓരോന്ന് പറഞ്ഞു പോകാം. എന്താണ് ഈ ജീവിതം? അതാണ് ഒരു ചോദ്യം. ആദ്യത്തെ ചോദ്യം എനിക്ക് തന്നിരിക്കുന്നത്, അതായത് ജീവിതത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം, ഇക്കോളജി. ജീവിതത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം എന്നാണ് മലയാളത്തിൽ അർത്ഥം. അപ്പോ 3 സബ്ജക്റ്റുകൾ നമ്മൾ കാര്യമായി പഠിച്ചേ പറ്റൂ. പ്രകൃതി എന്താണെന്ന് പഠിക്കണം, ധർമ്മം എന്താണെന്ന് പഠിക്കണം, ശാസ്ത്രം എന്താണെന്ന് പഠിക്കണം. അതിന് തന്നെ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാലോ. 4 ദിവസമാണ് ഞാൻ എടുക്കുക. 4 ദിവസം ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ 4 ദിവസം എടുക്കുന്ന സബ്ജക്റ്റാണ് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം മാത്രം. അപ്പൊ നമുക്ക് അതിനകത്ത് എന്താണ് ഈ ജീവിതം, ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയത്, ആരും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണില്ല എന്നുള്ളത്. ജീവിക്കണില്ല. എങ്ങനെയോ ജനിച്ചു, എങ്ങനെയോ വളർന്നു, എങ്ങനെയോ വലുതായി, എങ്ങനെയൊക്കെയോ കാശൊക്കെ ഉണ്ടാക്കി അവസാനം മരിച്ചു പോകുന്ന യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്ന ആരൊക്കെ ഇന്നേ വരെ ജീവിച്ചിട്ടുണ്ട്? ഇനിയെങ്കിലും ജീവിക്കണ്ടേ? ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കണ്ടേ, സമാധാനത്തോടെ ജീവിക്കണ്ടേ, ആഘോഷത്തോടെ ജീവിക്കണ്ടേ? അങ്ങനെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്? പഠിക്കേണ്ടത്. രണ്ടാമത്തത്, എന്തിനാണ് ഈ ജീവിതം? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് ഒറ്റ വാക്കി പറയാവുന്നതാണ്. ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്തവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ള സകല മനുഷ്യരും ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്തവരാണ്. കാരണം എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം ഒന്ന് തന്നെയാണ്. ആ ആത്മാവിന്റെ വികാരം ആനന്ദമാണ്. ആ ആനന്ദവും പരമാനന്ദവുമാണത്. പക്ഷേ നമ്മൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം, പച്ച പരമാർത്ഥം ഇവിടെ ഇരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ജന്മമെടുത്തത് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്, ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എങ്ങനെ അത് സ്വായത്തമാക്കി എടുക്കാമെന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ട വിഷയമാണ്. അക്കാഡമിക് തലത്തിൽ തന്നെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. അല്ലാതെ വെറുതെ പഠിപ്പിക്കേണ്ട വിഷയമല്ല. ശരിക്കും അക്കാഡമിക് തലത്തിൽ തന്നെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ ആദ്യമായി, ഒരുപക്ഷെ ലോകത്താദ്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ ആദ്യമായി ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങി കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച്. ആ കോഴ്സിന്റെ ചുവട് പിടിച്ചായിരിക്കും നമ്മളുടെ ലക്ഷ്യം ആനന്ദ സർവകലാശാല തന്നെയാണ്. ഈ ആനന്ദ സർവകലാശാലയിലൂടെയാണ് നമ്മൾ എന്താണ് ഈ ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെ പഠിപ്പിക്കേണ്ടത്. സാധാരണ മനുഷ്യരാണ്, എല്ലാവരിലും നന്മയാണ്. പക്ഷെ ഇതൊന്നും പ്രകടമാക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് അറിയില്ല ആർക്കും. കാരണം നമുക്കൊരു നിയമമുണ്ടെന്നും നമ്മൾ വിചാരിക്കുന്നത് സാമൂഹ്യ നിയമം പാലിച്ച് ജീവിക്കുന്ന കാര്യമാണെന്നാണ്. സാമൂഹ്യ നിയമം പോലെ തന്നെ നമുക്ക് 2 നിയമങ്ങൾ പാലിക്കേണ്ടവരാണ് നമ്മൾ. അതായത് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിയമം പഠിച്ചേ പറ്റൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ നമുക്ക് ശിക്ഷ കിട്ടും. അതേമാതിരി തന്നെ പ്രകൃതി നിയമം തെറ്റിച്ചാലും ശിക്ഷ കിട്ടും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. പ്രകൃതി നിയമാനുസൃതമായി ജീവിക്കണം. ഇവിടെ ജീവിക്കേണ്ടത് പ്രകൃതി നിയമാനുസൃതമായി ആണെങ്കിൽ പ്രകൃതി നിയമം എന്താണ്?
പ്രകൃതിയുടെ ആഹാര നിയമം എന്താണ്, പ്രകൃതിയുടെ ആരോഗ്യ നിയമം എന്താണ്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നെല്ലാം പഠിക്കേണ്ടതല്ലേ. അപ്പൊ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമം പഠിക്കുക, മനസ്സിലാക്കുക, ആ നിയമാനുസൃതമായി ജീവിക്കുക. ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെ അതിന് പരുവപ്പെടുത്തേണ്ടതുണ്ട്. ഒരു സാമൂഹ്യ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പ്രകൃതി നിയമാനുസൃതമായ ഒരു സാമൂഹ്യ സംവിധാനം ചിട്ടപ്പെടുത്തി അത് ആളുകളെ പഠിപ്പിച്ച് അതിലേക്ക് ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. വെറുതെ വരില്ലാതെ. അതിന്റെ പേരാണ് നവോത്ഥാനം എന്ന് പറഞ്ഞത്. അതായത് നിലവിലുള്ളതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. നമ്മുടെ നിലവിൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല സാമൂഹ്യ വ്യവസ്ഥകൾ പരാജയമാണ്. അതോടൊപ്പം തന്നെ മതങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, സകല സിസ്റ്റംസും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവാങ്ങുകയല്ല വേണ്ടത്, പുതിയ ഒന്നിനായി മുറവിളി ഉയരണം. അതാണ് വിപ്ലവം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിലവിലുള്ളതെല്ലാം പരാജയപ്പെടുമ്പോൾ പുതിയ ഒന്നിനായുള്ള മുറവിളിയുടെ പേരാണ് വിപ്ലവം. അല്ലാതെ റോഡ് ബസ്സിന് കല്ലെറിയുന്നതല്ല, ട്രെയിനിന് കല്ലെറിയുന്നതല്ല, ഇവിടെ അട്ടിമറി നടത്തുന്നതല്ല വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു, സാമൂഹ്യ സംവിധാനങ്ങൾ അത്രയും പരാജയപ്പെട്ടിരിക്കുന്നു, നിയമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഗവൺമെന്റുകൾ പരാജയപ്പെട്ടിരിക്കുന്നു, ലോകത്തുള്ള സകല ഗവൺമെന്റുകളും പരാജയപ്പെട്ടിരിക്കുന്നു, സാമൂഹ്യ നിയമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ നമ്മളൊരു പുത്തൻ സാമൂഹ്യ സംവിധാനം ഡിസൈൻ ചെയ്യണം. അതൊരു യുക്തിഭദ്രതയുള്ള ഒരു ആശയം രൂപം കൊടുക്കണം. ആ ആശയത്തിന് ഒരു ശാസ്ത്രത്തിന്റെ പിൻബലം വേണം. ആ ആശയത്തിന് ഒരു ആത്മീയതയുടെ പിൻബലം വേണം. വിജയിക്കും, അതുമായി ജയിക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എന്തുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് അറിയണം? മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പരിപൂർണ സ്വതന്ത്രനാണ്. എന്ത് തോന്നിയാസവും ചെയ്യാം, എന്തും ചെയ്യാം. അതിന് പരിപൂർണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ഒഴിച്ചുള്ള സകല ജീവജാലങ്ങളുടെയും നിയന്ത്രണം പ്രകൃതിയുടെ കയ്യിലാണ്. പ്രകൃതി പറയുന്നതനുസരിച്ചേ അവന് ചെയ്യാൻ പറ്റൂ. ഇപ്പോ അവന് അനന്തര തലമുറയെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതി ഒരു സ്പാൻ ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ. പ്രകൃതി കംപ്ലീറ്റ് അത് കൺട്രോൾഡാണ്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന ഒരു ജീവിയാണ്. ആ ജീവി പ്രകൃതി നിയമം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ജീവിയുടെ പ്രത്യേകത അതാണ്. എന്തും ചെയ്യാം, അതിന് അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെ ജീവിക്കേണ്ട യഥാർത്ഥ വിധം ഉണ്ടോ എന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ജീവിക്കേണ്ട വിധമുണ്ട്. ആ വിധം നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തണം. കാരണം പ്രകൃതി അതിനകത്ത് കൈകടത്തില്ല, യാതൊന്നിലും കൈകടത്തില്ല. സകലതും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, മനുഷ്യൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ബുദ്ധിപൂർവം, അതിനാണ് ഇത്രയും വലിയ തലച്ചോറ് തന്നിട്ടുള്ള തലച്ചോറിന്റെ ബിലോ 10% പോലും ഐൻസ്റ്റീൻ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കെ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കാം? തലച്ചോറ് വികസിപ്പിക്കാനുള്ള നടപടി എടുക്കണം. എങ്കിലേ ശരിയായ ഒരു പാത നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് യഥാർത്ഥ വിധം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, 100% ഉണ്ട്. യഥാർത്ഥ വിധത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ഈ ജീവിയെ തുടച്ചു നീക്കും പ്രകൃതി. അങ്ങനെ തുടച്ചു നീക്കിയിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയെ മുഴുവൻ അടക്കുവാണ് ഒരു ജീവി ഇവിടെ ഉണ്ടായിരുന്നു. ആ ജീവി ഈ ഭൂമുഖത്ത് നിന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കി. ഇന്ന് ഭൂമിയെ അടക്കി വാഴുന്ന മനുഷ്യൻ അവൻ ജീവിക്കേണ്ട വിധം, അതായത് പ്രകൃതി നിയമാനുസൃതമായി ജീവിച്ചില്ല എങ്കിൽ ആ ജീവിയെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക തന്നെ ചെയ്യും. പല വഴികളിലൂടെ പഞ്ചഭൂതങ്ങൾ 5ഉം അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. താമസിയാതെ തന്നെ അഗ്നിയും അതിന്റെ അരങ്ങേറ്റം നടത്തും. ജീവിതത്തിൽ പാലിക്കേണ്ട ധർമ്മങ്ങളുണ്ടോ? വെറുതെ ജീവിച്ചാൽ മതിയോ? ജീവിതത്തിൽ പാലിക്കേണ്ട ധർമ്മങ്ങളുണ്ട് മനുഷ്യന്.
3 ധർമ്മങ്ങൾ പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. സ്വധർമ്മം എന്നൊന്നുണ്ട്. അതായത് മനുഷ്യന് 3 ധർമ്മങ്ങളുണ്ട്. സ്വധർമ്മം, കുലധർമ്മം, സനാതനധർമ്മം എന്ന് 3 ധർമ്മങ്ങളുണ്ട്. ഇത് വ്യക്തമായി മനുഷ്യർക്ക് അറിയില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരുപാട് ധർമ്മങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അത് അച്ഛന്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, പുത്രധർമ്മം, പൗരധർമ്മം, ഇങ്ങനെ പല ധർമ്മങ്ങളാണ്. മനുഷ്യന്റെ ഈ ഭൂമിയിലെ ധർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടി. മനുഷ്യന്റെ ഈ ഭൂമിയിലെ ധർമ്മത്തിൽ പ്രധാനപ്പെട്ടത് സ്വധർമ്മമാണ്. സ്വധർമ്മം. ആ സ്വധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതായത് അവനവന് വേണ്ട ഭക്ഷണത്തിന്റെ വിത്ത് വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടാനുള്ള ഒരു ബുദ്ധി വൈഭവം തന്നിട്ടുണ്ട്, കായിക കരുത്ത് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വിത്തുകൾ വിതരണം ചെയ്യുക, അവന് വിധിച്ച ഭക്ഷണം ലഭ്യമാക്കാൻ അനുയോജ്യമായ വിത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് അവന്റെ സ്വധർമ്മമാണ്. കുലധർമ്മം എന്ന് പറയുന്നത് അവന്റെ അനന്തര തലമുറ അവനേക്കാളും മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അവന്റെ കുലധർമ്മം. എല്ലാ കാര്യത്തിലും, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാകണം, ബുദ്ധിയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാകണം, കഴിവിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാകണം, അറിവിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടതാകണം. അനന്തര തലമുറ നമ്മളെക്കാളും മെച്ചപ്പെട്ടതാക്കുക എങ്കിലാണ് കുലധർമ്മം എന്ന് പറയുന്നത്. ആ കുലധർമ്മം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ കുലം അറ്റുപോകും. കുലധർമ്മം നമ്മൾ പാലിക്കണം. സനാതന ധർമ്മം എന്ന് പറയുന്ന മറ്റൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് പ്രകൃതി നിയമാനുസൃതമായി എല്ലാ കാലത്തെയും സമൂഹം, മനുഷ്യ സമൂഹം, അനന്തര തലമുറ മെച്ചപ്പെട്ടു, അവിടെ നിൽക്കാനല്ല, ആ മെച്ചപ്പെട്ട സമൂഹവും പ്രകൃതി നിയമാനുസൃതമായി ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അവരും അവരുടെ അനന്തര തലമുറ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട നടപടികൾ എടുക്കണം. കാലം അവിടെ പ്രധാനമാണ്. കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്പീഷീസായി, അതൊരു പുതിയ ന്യൂ സ്പീഷീസ് ആയിരിക്കും, അതിലേക്ക് എത്തപ്പെടാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ. എന്താണ് ജീവനും ജീവിതവും? അത് വലിയൊരു ചോദ്യമാണ്. ജീവൻ എന്ന പ്രതിഭാസത്തെ പറ്റി ഇന്ന് ലോകത്ത് ആർക്കും ഒരു ചുക്കും അറിയില്ല. എന്താണ് ഈ ജീവൻ? മനുഷ്യ ശരീരത്തിൽ ജീവനും ഉണ്ട്. അപ്പോഴാണ് മനുഷ്യ ജീവിയാകുക. മനുഷ്യ ശരീരം അധികം ജീവൻ സമം മനുഷ്യജീവി. അതിലെ ശരീരത്തെ പറ്റി ഒട്ടനവധി അറിവുകൾ മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് അറിവേ ഉള്ളൂ എങ്കിലും കുറെ അറിവുകൾ നേടിയെടുത്തിട്ടുണ്ട്. ജീവനെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഇത് തന്നെയാണ് മനുഷ്യന്റെ പ്രശ്നവും. ജീവനുണ്ട്, ജീവന്റെ നിയമങ്ങളുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്, ഈശ്വരന്റെ നിയമമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ജീവ ചൈതന്യം എന്താണ് എന്ന് അറിയുക തന്നെ വേണം. അത് അറിയുന്നവനാണ് സംസ്കാരമുള്ളവൻ. സംസ്കാരത്തിന്റെ മാനദണ്ഡങ്ങൾ അതല്ലേ? സത്യത്തെ അറിയണം. ആ ജീവ ചൈതന്യത്തെ പറ്റി നമ്മൾ അറിയണം. ജീവൻ ഒരു ചൈതന്യമാണ്, വെറും ഒരു ചൈതന്യമല്ല, കുറെ ചൈതന്യങ്ങളുടെ ആകത്തുകയാണ്. ആ ജീവനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. വ്യക്തമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇക്കോളജി പഠിക്കുന്ന സകലരെയും ജീവന്റെ തലം എന്താണ് ജീവന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ സ്ത്രീ പുരുഷ ഭാവങ്ങൾ എങ്ങനെ എന്നുള്ളത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജീവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുക. അപ്പൊ ജീവനും ജീവിതവും രണ്ടല്ല. ജീവൻ എന്ന് പറയുന്ന ചൈതന്യം പറയുന്നത് അനുസരിക്കാനാണ് ഭൗതിക ശരീരം. ആ ഭൗതിക ശരീരം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭൗതിക ശരീരത്തിലാണ് നമ്മൾ എല്ലാം കാണുന്നത്. അത് ജീവിക്കേണ്ടത് ജീവന്റെ നിയമങ്ങൾ അനുസരിച്ചാകണം. അതാണ് പ്രകൃതിയുടെ നിയമവും, അതാണ് ഈശ്വരന്റെ നിയമവും. ജീവന്റെയും ജീവനെ കുറിച്ചുള്ള ശാസ്ത്രം ഏത്? ഇക്കോളജിയാണ്, വേറെ ഒന്നുമില്ല. ജീവശാസ്ത്രം എന്നും പറഞ്ഞ് ചില മതങ്ങൾ ജീവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. മനസ്സെന്താണെന്ന് അറിയില്ല, ബുദ്ധി എന്താണെന്ന് അറിയില്ല, ആത്മാവ് എന്താണെന്ന് അറിയില്ല. ഇതാണ് പ്രശ്നം. ശരീരത്തെ പറ്റി ഒരു ഏതാണ്ട് ഒരു കടുകോളം അറിയുകയും ചെയ്യാം.
അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാട് കിടക്കുന്നു. ജീവചൈതന്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അതിന്റെ ശാസ്ത്രം ഇക്കോളജിയാണ്. ഇക്കോളജിയാണ് ജീവിതത്തിന്റെ ശാസ്ത്രം. ആ ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജൈവ കൃഷി രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ജൈവ കൃഷി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ജൈവ കൃഷി എന്ന്. അപ്പൊ ജൈവ കൃഷിയിലൂടെ ഒരു കാര്യം പഠിപ്പിക്കും, മണ്ണിന്റെ ജീവൻ എന്താണെന്ന് പഠിപ്പിക്കും. മണ്ണിന്റെ ജീവൻ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി കൃഷി ചെയ്ത് അനുഭവം ഉണ്ടായാലേ മനുഷ്യന്റെ ജീവൻ എന്താണെന്ന് പഠിക്കാൻ പറ്റും. അതിൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇവിടെ മര്യാദക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി, ശരിയായ കൃഷി നടപ്പിലാക്കിയേ പറ്റൂ, ചെയ്തേ പറ്റൂ. കുറെ പേര് ചെയ്യുകയും കുറെ പേര് തിന്നാനിരിക്കുകയും ചെയ്യുന്ന പദ്ധതി നടപ്പിലാകുന്ന കാര്യമല്ല. ജീവനെ കുറിച്ച് ശാസ്ത്രീയമായി വ്യക്തമായി ഇക്കോളജി വിവരിച്ചു തരുന്നുണ്ട്. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം, ജീവിതത്തിന്റെ ശാസ്ത്രവും ജീവിതത്തിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ജീവന്റെയും ജീവനെ കുറിച്ചുള്ള ശാസ്ത്രം രണ്ടും ഒരേ ചോദ്യമാണ്. ജീവിതത്തിന്റെ ശാസ്ത്രവും ഇക്കോളജി ആയിരിക്കണം. ഇന്നത്തെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ജീവിതത്തിന്റെ ശാസ്ത്രം കെമിസ്ട്രി ആയി പോയത് കൊണ്ടാണ്, ഫിസിക്സ് ആയി പോയത് കൊണ്ടാണ്, ബയോളജിയും സുവോളജിയും ആയി പോയത് കൊണ്ടാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം ഇക്കോളജിയാണ്. ഇക്കോളജി പഠിച്ചാലേ എങ്ങനെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് മനസ്സിലാവൂ. അത് പഠിക്കേണ്ട കാര്യമില്ല. ഇക്കോളജി എന്ന് പറഞ്ഞ ശാസ്ത്രം സ്വതസിദ്ധമായ സഹജമായ ഒരു വാസനാശാസ്ത്രമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു ശാസ്ത്രമാണ് ഇക്കോളജി. ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഉണർത്തിയാൽ മതി. അവരവരുടെ ഉള്ളിൽ ഉണർത്തിയാൽ മതി. അത് ഉണർത്തണമെന്നുണ്ടെങ്കിൽ പഠിച്ചതൊക്കെ അൺലേൺ ചെയ്യണം, മറക്കണം. പഠിച്ചതും പാലിച്ചതും മാറ്റി വെച്ചുകൊണ്ടല്ലാതെ 1% പോലും ഇക്കോളജി മനസ്സിലാവില്ല. ഇക്കോളജി മനസ്സിലാകാതെ ജീവിതം വീണ്ടും മുന്നോട്ട് തുടർന്നാൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അവരവരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും അനുഭവിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതിൽ പ്രകൃതിക്കൊന്നുമില്ല. ഈ ജീവി നശിച്ചാൽ പ്രകൃതിക്കൊന്നുമില്ല. ഈ ജീവിയെയും ഇതിനപ്പുറത്തെ ജീവിയെയും കൊണ്ടുവരാൻ പ്രകൃതിക്ക് കഴിവുണ്ട്. ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ ശാസ്ത്രം എങ്ങനെ മറ്റുള്ള ശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു? പത്താമത്തെ ചോദ്യം. ഈ ശാസ്ത്രം വ്യത്യസ്തമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് പോലെയുള്ള ശാസ്ത്രശാഖകൾ ഏത് ശാസ്ത്രയും എന്തും കഴിച്ചുകൊണ്ട് അതിന്റെ ഫസ്റ്റ് റാങ്ക് മേടിക്കാം, ഉന്നത ബിരുദം കരസ്ഥമാക്കാം. അതിൽ യാതൊരു സംശയമില്ല. കഷ്ടപ്പാട് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കഴിവുണ്ടെങ്കിൽ, കൂടുതൽ സമയം മെനക്കെടാമെങ്കിൽ ഏത് ശാസ്ത്രത്തിൻ്റെയും ഉന്നത ബിരുദം കരസ്ഥമാക്കാൻ മറ്റേത് ശാസ്ത്രങ്ങൾക്കും കഴിയും. അതിനകത്ത് എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ ജീവിക്കണം എന്നത് അപ്രസക്തമാണ്. എന്നാൽ ഇക്കോളജി അതല്ല. ഇക്കോളജി ശാസ്ത്രം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇക്കോളജി നിയമം പാലിച്ച് ജീവിക്കണം. ഇക്കോളജി നിയമാനുസൃതമായ ഭക്ഷണം കഴിക്കണം. ഇക്കോളജി ശാസ്ത്രം മനസ്സിലാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് നിത്യജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഇക്കോളജി എന്ന നിയമത്തിന്റെ കീഴിൽ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലേ അത് മനസ്സിലാവൂ. അതാണ് അതിന്റെ വ്യത്യാസം. ഇക്കോളജിയും മറ്റ് ശാസ്ത്രശാഖകളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മറ്റ് ശാസ്ത്രശാഖകളിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നത് പ്രസക്തമല്ല. ഇക്കോളജിയിൽ അത് പ്രസക്തമാണ് 100%. കാരണം അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. അന്നമയ കോശമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. അപ്പോ ആ മനസ്സിലാണ് യഥാർത്ഥ വിജ്ഞാനം ഉണ്ടാവുക. വേറെ എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് പഞ്ചഭൂതങ്ങൾ 5ഉം എന്തെങ്കിലുമൊക്കെ കഴിച്ചുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വിജ്ഞാനം ശരിയായിരിക്കണമെന്നില്ല. പഞ്ചഭൂതങ്ങൾ 5ഉം കഴിച്ച് 5ഉം വിധിച്ച അന്നമാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലെ ജ്ഞാനമാണ് വിജ്ഞാനം. ആ വിജ്ഞാനമയ കോശത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ കൃഷിയിൽ ഊന്നൽ കൊടുക്കാനുള്ള കാരണം. ഈ ശാസ്ത്രത്തിന് ഭാവിയുണ്ടോ എന്ന് സംശയമുണ്ടോ?
അർച്ചനയ്ക്ക് സംശയമുണ്ടോ? ഈ ശാസ്ത്രത്തിലേ ഭാവിയുള്ളൂ. കാരണം ഇത് സനാതന ധർമ്മമാണ്, സനാതന നിയമമാണ്. ഇതിനെ യാതൊരു പിന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല. ഈ ശാസ്ത്രം അനുസരിക്കുന്നത് എന്തും ധൈര്യമായി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എന്തുകൊണ്ട്? ആ ധൈര്യത്തിന് കായിക കരുത്തുണ്ട്, മാന്ത്രിക ശക്തിയുണ്ട്, അപൂർവ സിദ്ധികളുമുണ്ട് ആ ധൈര്യത്തിന്. അപ്പൊ പ്രകൃതി നിയമാനുസൃതമായത് എന്തും ആർക്കും എവിടെയും ധൈര്യമായി എടുക്കാം. കാരണം ആ ധൈര്യത്തിന് കൂട്ടായിട്ട് പ്രപഞ്ചം ഒന്നടങ്കം ഉണ്ടായിരിക്കും. പ്രപഞ്ചം ഒന്നടങ്കം അതിന് സപ്പോർട്ടായിരിക്കും. ഒരു മനുഷ്യർക്കും, ഒരു തോക്കിനും, ഒരു പീരങ്കിക്കും, ഒരു പാറ്റൻ ടാങ്കിനും അതിനെ എതിർത്ത് തകർക്കാൻ പറ്റില്ല. കാരണം ശാസ്ത്രം അതാണ്, പ്രകൃതിയുടെ നിയമമാണ്. അതനുസരിച്ച് ജീവിച്ചാൽ എല്ലാവിധ സപ്പോർട്ടും പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ശാസ്ത്രം വികസനത്തിനും പുരോഗതിക്കും ഉപയോഗപ്രദമാണോ? ഉദാഹരണം, ഈ ശാസ്ത്രമാണെന്ന് പഠിക്കണം. വികസനം എന്ന് പറയുന്നത് പുരോഗമനമല്ല. വികസനം എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യങ്ങൾ കൂട്ടലാണ്. നമുക്ക് വീടില്ല, വീടുണ്ടാക്കി. റോഡില്ല, റോഡുണ്ടാക്കി. യാത്രയ്ക്ക് വണ്ടിയില്ല, കാറുണ്ടാക്കി, പ്ലെയിൻ ഉണ്ടാക്കി. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി. അതാണ് വികസനം. പുരോഗമനം അതല്ല. പുരോഗമനം മനുഷ്യൻ നല്ല മനുഷ്യനാകുമ്പോഴാണ്. മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനിലേക്ക് എത്തുമ്പോഴാണ് പുരോഗമനം. വികസനവും വേണം, പുരോഗമനവും വേണം. പുരോഗമനത്തിന് സപ്പോർട്ടായിട്ടുള്ള വികസനം, അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് സസ്റ്റൈനബിലിറ്റിയുടെ പ്രിൻസിപ്പിളാണ്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ 7 പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. വളരെ വ്യക്തമായി ലോകത്തൊരിടത്തും സസ്റ്റൈനബിൾ എന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിടത്തും അതിന്റെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. MG യൂണിവേഴ്സിറ്റിയിൽ അതല്ല. ഒരു സസ്റ്റൈനബിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പാലിക്കപ്പെടേണ്ട 7 മാനദണ്ഡങ്ങളുണ്ട്. അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വികസനം നമുക്ക് വേണം. ഇപ്പോ വികസനം വേണം. ഏതിനാണ് വികസനം വേണ്ടത്? വീട് വെക്കണം, വികസനം വേണം. ഇന്നത്തെ വീട് വെക്കുന്നത് മുഴുവൻ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളല്ലേ. അതേസമയം പുരോഗമനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, വികസനം വേണമെന്ന് വിചാരിക്കുന്നവർ, അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. റീസെറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി. അഴിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പറ്റുന്നതായിരിക്കണം വികസന പദ്ധതികൾ, കെട്ടിടങ്ങൾ മുഴുവൻ അതായിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. റോഡ് ഡിസൈൻ ചെയ്യണം. റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇക്കോളജി ശാസ്ത്രപ്രകാരമാണ് റോഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ റോഡിൽ ഒരു സൂര്യപ്രകാശം പോലും പതിക്കാത്ത വിധം ഡിസൈൻ ചെയ്യണം. 100,000 എക്സ്പ്ലനേഷൻ തരാൻ പറ്റും എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്. റോഡിൽ സൂര്യപ്രകാശം പാഴാക്കരുത്. കാരണം ഇക്കോളജി നിയമപ്രകാരം ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം പാഴാക്കാത്ത വിധം എന്ത് വികസനവും നടപ്പിലാക്കിക്കൊള്ളൂ, ഒരു പ്രശ്നമില്ല. കാരണം റിസോഴ്സ് ഏതാണെന്ന് അറിയണം, വിഭവം ഏതാണെന്ന് അറിയണം. ഭൂമിയുടെ മൂലധനം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണെന്നും അത് പിടിച്ചെടുത്ത് ശേഖരിക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വികസനം ആയിക്കൊള്ളൂ. എന്ത് വികസനം വേണേലും ആയിക്കൊള്ളൂ. സൂര്യപ്രകാശം പാഴാക്കരുത്. ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികസനം നടപ്പിലാക്കുക. വിജയിക്കും. അല്ലെങ്കിൽ വികസനം തിരിച്ചടിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റോഡ് വികസനം തിരിച്ചടിക്കും. കാരണം അവിടെ സൂര്യപ്രകാശത്തെ മാനദണ്ഡം കൊടുത്തിട്ടേ ഇല്ല. സൂര്യപ്രകാശത്തെ പരിഗണിച്ചിട്ടേ ഇല്ല. ഒരു രാജ്യവും പരിഹരിച്ചിട്ടില്ല. ഇന്ത്യയും പരിഹരിച്ചിട്ടില്ല. സൂര്യപ്രകാശമാണ് നമ്മുടെ പ്രഥമ വിഭവം എന്ന് പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന വികസനങ്ങൾ മുഴുവൻ അടിത്തറയില്ലാത്ത വികസനങ്ങളാണ്. നിലം പൊത്തുക തന്നെ ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വികസനത്തിന് തടസ്സമല്ല, ഇക്കോളജി വികസനത്തിന് തടസ്സമല്ല. ഇക്കോളജി വികസനത്തിന് തടസ്സമല്ല എന്ന് മാത്രമല്ല, ആഘോഷമാണ്. പ്രകൃതി ധാരാളിത്തമാണ് പ്രകൃതിയുടെ പ്രകൃതം. ഞാൻ പിള്ളേരെ കാട്ടിൽ കൊണ്ടുപോകണത് അതിനാണ്. ഒരു മരത്തിൽ ഉണ്ടായി കിടക്കുന്ന പഴം
ഒരു കാട്ടിലെ സകല കിളികളും തിന്നാലും തീരാത്ത ഒരു മരത്തിലെ തീരില്ല. അതാണ് പ്രകൃതിയുടെ ധാരാളിത്തം. പ്രകൃതി ധാരാളിത്തമാണ്, അല്ലാതെ പിശുക്കി ജീവിക്കാനുള്ളതല്ല. പ്രകൃതിയിൽ ധാരാളിത്തമാണ്, പക്ഷെ വിഭവം ഏതാണെന്ന് അറിയണം. പ്രകൃതിയുടെ വിഭവം സൂര്യപ്രകാശമാണെന്ന് അറിഞ്ഞും കൊണ്ട് ധാരാളിത്തത്തോടെ ജീവിക്കാം. അല്ലാതെ ധാരാളിത്തം എടുത്താൽ തെണ്ടിയാകും. അതാണ് സംഭവിക്കാൻ കാരണം വിഭവ ശേഖരണം, മൂലധന ശേഖരണം നടത്താതെ തോന്നിവാസമുള്ള വികസനം എടുത്താൽ തറപറ്റില്ലേ? തറപറ്റും. 13ാമത്തെ ചോദ്യം, ഈ ശാസ്ത്രം പഠിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടാക്കാം? ആനന്ദത്തോടെ ജീവിക്കും. ഈ ശാസ്ത്രം പഠിക്കുകയും എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ജീവിതം എന്തിനും, എന്താണ് നമ്മുടെ ലക്ഷ്യം? ആനന്ദമാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കുക, പഠിപ്പിക്കുക, അത് പാലിക്കുക. അതിനനുസരിച്ച് ആനന്ദം കിട്ടുമെങ്കിൽ വേറെന്ത് വേണം? കെട്ടിടത്തിന്റെ വലിപ്പത്തിലാണോ ആനന്ദത്തിന്റെ മാനദണ്ഡം? ഒരു വീടിനുള്ളിലെ അവിടുത്തെ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിലാണോ ആനന്ദം? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കോടീശ്വരന്മാർ മുഴുവൻ പരമാനന്ദത്തിലായിരിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലല്ലോ. കോടീശ്വരന്മാർ പോലും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, മാനസികമായി തകരുന്നു, തളരുന്നു. എങ്കിൽ ആനന്ദം മാനദണ്ഡമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതായിരിക്കണം നമ്മുടെ പരമലക്ഷ്യം. പക്ഷെ അത് ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആനന്ദ സർവകലാശാല സ്വപ്നം കാണുന്നത്. നടക്കുവോ നടക്കുകയില്ല എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, കാരണം അത് നടന്നിരിക്കും. കാരണം പ്രകൃതി ആനന്ദമാണ്. ആനന്ദത്തിന് വേണ്ടി പ്രകൃതിയുടെ സന്തതികൾ ശ്രമിച്ചാൽ പ്രകൃതി ആനന്ദത്തിൽ കൊണ്ടെത്തിക്കും. അതിനെന്താ സംശയം വരാൻ കാര്യം? എന്താണ്? സമൂഹത്തിന്റെ മാറ്റം എങ്ങനെ? ഉറപ്പല്ലേ സമൂഹത്തിന്റെ മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ 3 വഴിയിൽ പ്രവർത്തിക്കണം. അതായത് ഇന്റലക്ച്വൽ തലത്തിൽ പ്രവർത്തിക്കണം, മാനസികമായ തലത്തിൽ ഒരു പ്രവർത്തനം വേണം. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അവരുടെ ഉള്ളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റണം. അവരെ പ്രേരിപ്പിക്കാൻ കഴിയണം. മാനസിക തലത്തിൽ അവരെ പ്രേരിപ്പിക്കാൻ കഴിയണം. അതായത് അത് ധ്യാന പദ്ധതിയാണ്, അത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, നടപ്പിലാക്കിയിരിക്കും. അപ്പൊ അത് വേണ്ട എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു മാറ്റം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 തലത്തിൽ പ്രവർത്തിച്ചാലേ പറ്റൂ. അതായത് എല്ലാ മനുഷ്യർക്കും പ്രേരണ കൊടുക്കാൻ പറ്റണം. അത് മാനസിക തലത്തിൽ പ്രേരണ കൊടുക്കാൻ പറ്റണം. സൂക്ഷ്മ ശരീരങ്ങൾ തമ്മിലുള്ള ലയനം നടപ്പിലാക്കണം. അപ്പോൾ മാനസിക തലത്തിലുള്ള പ്രേരണ നമുക്ക് കൊടുക്കാൻ കഴിയും. ശബ്ദതലത്തിൽ, അതായത് പറഞ്ഞ് പ്രേരണ കൊടുക്കണം, വർത്തമാനം പറഞ്ഞ് പ്രേരണ കൊടുക്കണം. കർമ്മത്തിലൂടെ കർമ്മം ചെയ്ത് കാണിച്ച് പ്രേരണ കൊടുക്കണം. ഇതിനെയാണ് മനസ വാച കർമ്മണ എന്ന് പറയുന്നത്. 3 തലത്തിൽ പ്രവർത്തനം വന്നാൽ സമൂഹത്തിന്റെ മാറ്റം സാധ്യമാണ്. 3 തലത്തിൽ പ്രവർത്തിക്കണം. മനസ വാച, വർത്തമാനം പറഞ്ഞ് ശബ്ദം കൊണ്ട് മാറ്റം, മനസ്സുകൊണ്ട് മാറ്റം, കർമ്മണ, കർമ്മം ചെയ്ത് മാറ്റം. ഈ 3 വിധത്തിൽ പ്രവർത്തിച്ചാൽ, എല്ലാവരും പ്രവർത്തിക്കണം. ഒരാളൊന്ന് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. 50 പേര് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. 50,000 പേര് പ്രവർത്തിച്ചാൽ മാറ്റം സുഗമമായി നടപ്പാക്കും. അപ്പോ ഒരാൾ പ്രവർത്തിക്കുന്നു, ആള് നിരാശയ്ക്ക് കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയുടെ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ചെയ്യണത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ അഡ്വാൻറ്റേജസ് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ പോക്ക്. കാലാവസ്ഥ സുസ്ഥിരമാക്കാൻ ഈ ശാസ്ത്രം എങ്ങനെ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാം? സാധാരണക്കാരനല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇക്കോളജി ശാസ്ത്രത്തില് കാലാവസ്ഥ തിരിച്ചുപിടിക്കാനുള്ള വകുപ്പുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈൻ, അതായത് 1 ഏക്കറിൽ 10 സെന്റ് ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം, ബാക്കി 90 സെന്റില് വിളകൾ കൊണ്ടുള്ള ഒരു ഇക്കോസിസ്റ്റം, ഒരു കൾട്ടിവേറ്റഡ് ഇക്കോസിസ്റ്റം. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥ തിരിച്ചു വരും. അതുകൊണ്ടല്ലേ ഞാൻ ഉറപ്പിച്ച് പറയണത്, എൻ്റെ പ്ലോട്ടിൽ ഞാന് കോടമഞ്ഞുണ്ടാക്കും. ചേർത്തല പോലത്തെ ഒരു പ്രദേശത്ത് കോടമഞ്ഞ് ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് തന്നത് പ്രകൃതിയാണ്. ഉണ്ടാക്കും. പ്രകൃതിക്ക്
കോടമഞ്ഞുണ്ടാക്കാമെങ്കിൽ എനിക്കും അതുണ്ടാക്കാം, ആർക്കും അതുണ്ടാക്കാം. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാന്യരല്ല, നമ്മൾ പ്രകൃതി തന്നെയാണ്. പ്രകൃതി തന്നെയാണെന്നുള്ളത് കൊണ്ട് പ്രകൃതി ചെയ്യുന്നത് എന്തും നമുക്ക് ആർക്കും എവിടെയും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് ഇപ്പൊ 15 എണ്ണത്തിന്റെ ഏതാണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു, സാധാരണക്കാരന് ഉപയോഗിക്കാം. അവന്റെ കൃഷിഭൂമി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുക, മനുഷ്യന് വഴിതെറ്റിയത് കൃഷിയിൽ വഴിതെറ്റിയപ്പോഴാണ്. മനുഷ്യനെ നേരായ പാതയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ശരിയാക്കുക എന്നുള്ളതാണ് എൻ്റെ സുലി. കൃഷിയിലൂടെ പ്രകൃതിയുടെ നിയമങ്ങൾ പഠിപ്പിക്കുക, ജീവൻ എന്താണെന്ന് പഠിപ്പിക്കുക, അവന്റെ കർമ്മം എന്താണ്, അവന്റെ പ്രധാന കർമ്മം എന്താണെന്ന് അവനെ പഠിപ്പിക്കുക, അത് ചെയ്യിക്കുക. എന്താ പ്രയാസം? ഒരു പ്രയാസമില്ല. ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തെ എല്ലാ മനുഷ്യരിലും ഉൾക്കൊള്ളുന്ന ആ ശാസ്ത്രത്തിന്റെ അറിവിനെ ഉണർത്തുക. ബാക്കിയുള്ള ശാസ്ത്രശാഖകൾ മുഴുവൻ കടം കൊണ്ട അറിവുകളാണ്. ആരോ എഴുതി വെച്ചത്, മുൻകാലങ്ങളിൽ ആരൊക്കെയോ എഴുതി വെച്ച അറിവിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല സയൻസ്. കടം കൊണ്ട അറിവുകൾ നമ്മളെ രക്ഷിക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ ഉണർത്താനുള്ള വഴി. സകല മനുഷ്യരുടെയും ബുദ്ധി ഒന്നാണ്. ബുദ്ധിയുടെ നിയന്ത്രണം ആത്മാവിന്റെ പക്കലാണ്. ആ ബുദ്ധിയും മനസ്സും തമ്മിൽ ചേർന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കാരണം ഭൗതിക ശരീരത്തിന്റെ നിയന്ത്രണം മനസ്സിന്റെ കയ്യിലാണ്. ആ ശരീരത്തിനുള്ളിലെ ബുദ്ധിയുടെ നിയന്ത്രണം ആത്മാവിന്റെ കയ്യിലാണ്. ആ ബുദ്ധിയിൽ ഈ പ്രപഞ്ചത്തിന്റെ സകല അറിവുകൾ ഇരിക്കുന്നു. ഈ അറിവ് മനസ്സിലേക്ക് ഇറങ്ങി വരണം. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനാണ് മനോബുദ്ധിലയം എന്ന് പറയുന്ന ധ്യാന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. മനസ്സും ബുദ്ധിയും തമ്മിൽ ലയിക്കുക. അതിന് പേര് വിട്ടിട്ടുണ്ടല്ലോ, ശ്രദ്ധയും ബുദ്ധനും. ശ്രദ്ധയും ബുദ്ധനും ഒന്നായിടുമ്പോൾ നമ്മളൊന്നാണ്. എപ്പോ? ശ്രദ്ധയും ബുദ്ധിയും ഒന്നായിടുമ്പോൾ, മനസ്സും ബുദ്ധിയും ഒന്നു ചേരുമ്പോൾ. പ്രപഞ്ചത്തിന്റെ മനസ്സ് ബുദ്ധി തന്നെയാണ്. പ്രപഞ്ചത്തിനൊരു മനസ്സുണ്ട്, നമ്മുടെ ഗാലക്സിക്ക് ഒരു മനസ്സുണ്ട്, നമ്മുടെ സൗരയൂഥത്തിനൊരു മനസ്സുണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു മനസ്സുണ്ട്. അവിടെ മനസ്സും ബുദ്ധിയും വേർതിട്ടല്ല, ഒന്നിച്ചു നിൽക്കുന്നതാണ്. ഇഴപിരിഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനസ്സാണ് അവരുടേത് ഒരു സൂക്ഷ്മ ശരീരം. അതാണ്. അത് നിയമാനുസൃതമായി ചലിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി നിയമാനുസൃതമായി ചലിച്ചുകൊണ്ടിരിക്കും, പാലിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതിനകത്ത് എന്താണ് പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓടിച്ച് കുറെ പറഞ്ഞു. സംശയ നിവാരണങ്ങൾക്കായി ആദ്യം 5 പേർക്ക് ബട്ടൺ നിർത്തി കൈ പൊക്കാം. ബാക്കിയുള്ളവർ കമന്റ് ബോക്സിൽ ചോദ്യം ഇടും. ഓക്കെ, ചോദിക്കാം. സാറ് റോഡിൽ സൺലൈറ്റ് ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്തേ സാറ് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ നമ്മളുടെ റോഡ് വികസനം നേരാണെന്ന്. അപ്പൊ അവിടെ സൺലൈറ്റ് ഹാർവെസ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അതായത് റോഡിൽ സൂര്യപ്രകാശം പതിക്കാത്ത വിധത്തിൽ റോഡിന്റെ 2 സൈഡിലും മരങ്ങൾ ഉണ്ടാവണം. റോഡിന് വീതി കൂടുമെങ്കിൽ നടുക്ക് മരം നടാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അങ്ങനെ സൺലൈറ്റ് ആണ് നമ്മളുടെ വിഭവം എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ റോഡിലുള്ളത്. പറഞ്ഞാൽ മനസ്സിലായോ? സൂര്യപ്രകാശമാണ് നമ്മളുടെ പ്രകൃതി വിഭവം, പ്രഥമ പ്രകൃതി വിഭവം. സൂര്യപ്രകാശത്തിൽ നിന്നാണ് സർവ്വതും ഉണ്ടാകുക. അഗ്നിയിൽ നിന്നാണ് വായുവിൽ നിന്നാണ് വെള്ളം. അതായത് അഗ്നിയിൽ നിന്നാണ് വെള്ളം, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വെള്ളം. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഹാർവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അത് ഹാർവെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക? അപ്പൊ നമ്മുടെ സൂര്യപ്രകാശമാണ് പ്രഥമ വിഭവം, പ്രകൃതി വിഭവം എന്ന് അറിയും കൊണ്ട് അത് അൺലിമിറ്റഡ് ആണ്. ആ പ്രകാശം അൺലിമിറ്റഡ് ആണ്. ആ റിസോഴ്സ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിനെ ഉപയോഗിക്കാതെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിന്റെ പിന്നാലെ പോണ എന്തിന്? അപ്പൊ റോഡ് വേണം, നമുക്ക് റോഡ് ഡിസൈൻ ചെയ്യാം. എങ്ങനെ? സൂര്യപ്രകാശം ആ റോഡിൽ പതിക്കരുത്, തണലുണ്ടാവണം എന്ന് സാരം. വേറെ കാര്യമൊന്നുമില്ല. കിട്ടിയോ? ചോദിച്ച ആളിന് മനസ്സിലായോ? പിടികിട്ടി സാറേ. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കേരളത്തിന്റെ കാലാവസ്ഥ കൂടുതലും മഴയും കൂടുതൽ കാറ്റും ഉള്ളത് കൊണ്ട്
നമുക്ക് റോഡിൽ മരങ്ങൾ വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ വാളംപുളി, അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിലുള്ളത് കൊണ്ട് അത് അധികം പൊങ്ങുന്നില്ല, നന്നായിട്ട് പടർന്നു വളരും. പക്ഷെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് അങ്ങനെ നമുക്കൊരു ഇതില് വളർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോ ഈ പറയുന്നത് പോലെ കൂടുതൽ മരങ്ങൾ ഒടിയുന്നു, കൂടുതൽ പൊക്കം വയ്ക്കുന്നു കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച്. അപ്പൊ അതിന് വെട്ടി നിർത്തിയാലും നമുക്ക് അതിൽ നിന്നൊരു റോഡിലൊരു കൂടുതൽ തണൽ വരത്തക്ക രീതിയിൽ ആ മരങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ സംശയം. പറ്റണം, എന്ത് വില കൊടുത്തും പറ്റണം. കാരണം വിഭവം അതാണ്. അപ്പൊ റോഡിൽ മഴ പെയ്താൽ റോഡ് ഒലിച്ചു പോകുമെങ്കിൽ അത് കൈക്കൂലിയുടെ കണക്കിലാണ്. റോഡിന് വേണ്ടി കൊടുത്ത കൈക്കൂലിയുടെ കണക്കിലാണ്. റോഡ് വേണ്ട വിധം ഇട്ടാൽ ഒരു മഴയത്തും അത് ഒലിച്ചു പോവില്ല. നമ്മുടെ പോർട്ടില്, കൊച്ചിൻ പോർട്ടിലെ റോഡുകൾ സായിപ്പിട്ടതാണ്. എത്ര വർഷമായി? ഇത്രയും മഴ പെയ്തതും അവിടെയല്ലേ? ആ റോഡ് ഒലിച്ചു പോയില്ലല്ലോ. എത്രയോ റോഡുകൾ ഒലിച്ചു പോകാതെ ഇവിടെ നിൽക്കുന്നു. കൈക്കൂലി എവിടെയുണ്ടോ, കൈക്കൂലിയുടെ തോതനുസരിച്ച് ഒറ്റ മഴയ്ക്ക് പോകും, 10 മഴയ്ക്ക് പോകും, അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. മഴ പെയ്താൽ റോഡ് ഒലിച്ചു പോയില്ല. പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം അതിന്റെ കൺസ്ട്രക്ഷണൽ മിസ്റ്റേക്ക് ആണ്. മരം വെച്ചത് കൊണ്ട് റോഡ് ഒലിച്ചു പോകുമെന്ന് പറയുന്ന ധാരണ തെറ്റാണ്. അഥവാ ഒലിച്ചു പോകുമെങ്കിൽ ഒലിച്ചു പോകാത്ത വിധത്തിലുള്ള റോഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. കാരണം വിഭവ നഷ്ടം, ഒരു സൂര്യപ്രകാശം പോലും പാഴാകരുത്. ആ വിധത്തിൽ റോഡ് ഡിസൈൻ ചെയ്ത് കൂടെ? എന്തുകൊണ്ട് ചെയ്തുകൂടാ നമുക്ക്? സർ, അതിപ്പം നടക്കത്തില്ലല്ലോ. ഇപ്പം ഓൾറെഡി നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് വേറെ രീതിയിലല്ലേ നമ്മൾ ഇപ്പോ ചെയ്തിരിക്കുന്നത്. പലതരം ഇലക്ട്രിക്കൽ ലൈനുകൾ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്കിപ്പോ നിലവിലുണ്ട്. പക്ഷെ ഇനി ഒരു സമയത്ത് പുതിയതായിട്ട് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് വേറൊരു സംവിധാനം നമ്മൾ, അതായത് ഭൂമിക്കടിയിലൂടെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന കാര്യങ്ങൾ, അതുപോലുള്ള എല്ലാ ടവറുകള്, അതിന്റെ കണക്ഷൻ, ഇങ്ങനെ വരുന്ന സകല സംഭവങ്ങളും നമ്മൾ ഭൂമിക്കടിയിലൂടെ മാത്രം കൊണ്ടുപോയാൽ മാത്രമല്ല ഈ കാറ്റടിച്ചാലും ഒടിഞ്ഞു വീണ് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ. അതൊരു കാര്യമല്ലേ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ സാറ് പറയുന്ന റോഡുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. പണ്ടത്തെ രാജവീതികളൊക്കെ അങ്ങനെ ആയിരുന്നു. ചില നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില പടങ്ങളൊക്കെ കാണുമ്പോൾ 2 സൈഡും ഇങ്ങനെ മരങ്ങളായിട്ട് നിൽക്കുന്ന റോഡുകൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറണമെങ്കിൽ, കേരളം അല്ല ലോകം മുഴുവൻ മാറണമെങ്കിൽ ഇപ്പോഴുള്ള സംവിധാനത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണ്ടേ? അതെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡ് പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സർ. അതെന്ത് ചെയ്യും? അതിനൊരു ഇച്ഛ മാത്രം മതി. മനസ്സിലായില്ലേ ഉമ? അതിനൊരു ഇച്ഛ മാത്രം മതി. ഇപ്പോൾ മുടക്കുന്ന കാശിന്റെ പകുതി ഇങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അനുവാദവും തന്ന് റോഡ് ഉണ്ടാക്കി കാണിച്ചു തന്നാ പോരെ? കാണിച്ചു തരാൻ, കേരളത്തിനുള്ളിൽ കാണിച്ചു തരാം പോരെ? നമുക്ക് എങ്ങനെ ചെയ്യാം സാർ? നല്ല ശുഭപ്രതീക്ഷയായിട്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ചോദ്യമേ ഉള്ളൂ. ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ റൺ ചെയ്ത പോലത്തെ ലൈവ് ആയിരിക്കത്തില്ല ഇനി പോകുന്നത്. ഒരാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അയാൾക്ക് മാത്രമായിരിക്കും അതിനെപ്പറ്റി ക്ലിയർ ആകാനുള്ള അവകാശം ഉണ്ടാവുക. മറ്റുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്കിത് ഒത്തിരി ടൈമായിട്ട് പോകുന്നുണ്ട്. ബാക്കി സംശയങ്ങൾ ഇത്രയും ടൈം ഇപ്പോൾ ഉപയോഗിച്ചത് കൊണ്ട് ബാക്കി സംശയങ്ങൾ നിങ്ങൾ ദയവായിട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അർച്ചന. ഇന്നത്തെ സമൂഹം ദിവസം തന്നെ വേണോ എന്നും ആയിരിക്കണമെന്നാണോ ആഗ്രഹം എല്ലാവരുടെയും? എങ്കിൽ വെറുതെ സമയം പാഴാക്കണ്ട. ഇന്നത്തെ സമൂഹം തന്നെയാണോ വേണ്ടത് എന്നാണ് ആഗ്രഹമെങ്കിൽ ആരും സമയം പാഴാക്കണ്ട. അവരവരുടെ വഴിക്ക് പോയിക്കൊള്ളുക. വേണമെന്നുണ്ടെങ്കിൽ സാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഇച്ഛയുണ്ടെങ്കിൽ സാധ്യമാണ്. അത് മനസ്സിലായിക്കൊള്ളുക. ഓക്കെ. കേരളത്തിന്റെ കാലാവസ്ഥ, കേരളം എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയോട് അടുത്ത് പോകുന്ന പ്രദേശങ്ങൾ ഒരു കാലാവസ്ഥ, ദൂരെയോട്ട് മാറുമ്പോൾ വേറെ കാലാവസ്ഥ. അപ്പൊ നമ്മൾ കാലാവസ്ഥ തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉണ്ടാവണമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? സർ, എനിക്കത് മനസ്സിലായില്ല. അതെങ്ങനെ നമ്മൾ തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നത്? അതായത് നമുക്കൊരു കാലാവസ്ഥ പാറ്റേൺ ഉണ്ടായിരുന്നു. കാലവർഷം, തുലാവർഷം, കന്നിമുണ്ടൻ, ഇടമഴ, ഇങ്ങനെ ഒരു കാലാവസ്ഥ പാറ്റേൺ ഉണ്ടായിരുന്നു.
ആ പാറ്റേൺ നമുക്ക് നശിച്ചു പോയിരിക്കുന്നു. ഈ പാറ്റേൺ, അതായത് ഭൂമിയുടെ ആദ്യകാല കാലാവസ്ഥ എന്ന് പറയുന്നത് 6 മാസം മഴയെങ്കിൽ മഴ തന്നെ, 6 മാസം വേനലെങ്കിൽ വേലി തന്നെ ആയിരുന്നു. ഇത് മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി കാടുണ്ടാക്കിയിട്ട് കാലാവസ്ഥയെ റെഗുലേറ്റ് ചെയ്തു. ആ റെഗുലേറ്റ് പാറ്റേൺ ആണ് തകർന്നത്. അപ്പോഴാണ് നമുക്ക് പ്രശ്നം. ആ പാറ്റേൺ ആണ് തിരിച്ചു പിടിക്കേണ്ടത്. കാലാവസ്ഥ അല്ല തിരിച്ചു പിടിക്കേണ്ടത്, കാലാവസ്ഥ പാറ്റേൺ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് സാധ്യമാണ്. കാരണം കാടാണ് അത് ചെയ്യണത്. ആ ജോലി ചെയ്യുന്ന കാടാണ്. അപ്പൊ നമുക്ക് കാടുണ്ടാക്കാൻ കഴിയും. കാടുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ഞാനിവിടെ ഇരിക്കണേ. പിടികിട്ടിയില്ലേ? കിട്ടി സാർ. എനിക്കത് കാലാവസ്ഥയുടെ പാറ്റേൺ ആണെന്നുള്ള കാര്യം എനിക്ക് അത് ക്ലിയർ ആയിട്ടാ. ശരി സാർ. കാലാവസ്ഥ പാറ്റേൺ ആണ് തകർന്നത്, കാലാവസ്ഥ അല്ല. കാലാവസ്ഥ, ഭൂമിയുടെ ആദ്യകാല കാലാവസ്ഥ 6 മാസം മഴ, 6 മാസം വേനൽ. മഴയെങ്കിൽ മഴ തന്നെ, തോരാമഴ. വേനലെങ്കിൽ വെയിൽ തന്നെ, കൊടും വേനൽ. ഈ കാലാവസ്ഥ ഭൂമിയിലെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അനുയോജ്യമല്ലാത്തത് കൊണ്ട് പ്രകൃതി അതിനൊരു കാലാവസ്ഥ പാറ്റേൺ സൃഷ്ടിച്ചു. ആ പാറ്റേൺ റെഗുലേറ്റ് ചെയ്യുന്നത്, കൃത്യമായി റെഗുലേറ്റ് ചെയ്തിട്ടിരുന്ന ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് നശിപ്പിച്ചാൽ അത് തകർന്നു പോയില്ലേ? അതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ.